ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കൽമാസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു കൽമാസ് ചെമ്മീൻ വെച്ചിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കിട്ടിലും ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി ഒരു 50% നമ്മളത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങൾ എരിവ് പോലെ എടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ചെമ്മീൻ്റെ കൂടെ തന്നെ ഉള്ളിയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ചെമ്മീന് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 നുള്ളു ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഗരം മസാല അധികമൊന്നും ചേർക്കണ്ട. ഇത് അധികം പൊടികളൊന്നും ചേർക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അധികം അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരിമാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പോളം പച്ചരി കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതി. അതൊരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള അരിപ്പൊടി കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാനലല്ല, നമ്മുടെ വ്ളോഗ് ചാനലായിരിക്കും പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. നെയ്പ്പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവ് പോലെയല്ല, ഈ മാവ് എപ്പോഴും ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കി വെച്ച മസാലയാണിത്. ഇത് അരിമാവ്. പിന്നെ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് കയ്യിൽ തടവിയതിന് ശേഷം മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ചെറിയൊരു ഉരുളി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം കായടൻ്റെ ഷേപ്പിൽ അങ്ങ് ഉരുട്ടിയെടുക്കുകയാണ്. അധികം വലുതാക്കിയിട്ട് ചെയ്യണ്ട കേട്ടോ, കുറച്ച് ചെറുതാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഈ ഒരു ഫില്ലിങ് ഇപ്പോൾ ഞാൻ ചെമ്മീൻ വെച്ചതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച എല്ലാ കടികളും ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ടു ലോയിൽ വെച്ചിട്ടൊരു 15 മിനിറ്റ് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഇതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അധികം ക്രാക്കൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു കളറ് നമ്മൾ ആ മസാല വെച്ച കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ ഉരുട്ടി ഫോൾഡ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളിത് ഒന്നും കൂടി ഒന്ന് നല്ല ടേസ്റ്റ് ആക്കിയിട്ട് കൽമാസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുളകിൻ്റെ പേസ്റ്റ് ചെയ്യാനുണ്ട്.
അപ്പോൾ ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ആണിത്. ഇതൊരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു അര നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുളകിൻ്റെ ഈ ഒരു കൂട്ട് അധികം ലൂസാവരുത്, കുറച്ച് കട്ടിയിൽ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മുളകിൻ്റെ കൂട്ടിലേക്ക് ഓരോ കൽമാസ് ഡിപ്പ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ ഇത്രയൊന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് കാശ്മീരി റെഡ് ചില്ലി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഉണ്ടാവുക. ഇത്രയും കിട്ടിലും ടേസ്റ്റുള്ളൊരു കടിയാണിത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്